സദ്യക്കൂട്ടിലെ അടുത്ത വിഭവം കൂട്ടുകറിയാണ്. സദ്യക്ക് ബാക്കി വരുന്ന പച്ചക്കറികൾ കൊണ്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കൂട്ടുകറിയിൽ കായയും ചേനയും കടലയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടല കുതിർത്ത് വെച്ചത് ഒരു കുക്കറിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, വെള്ളം ചേർത്ത് ഒരു 5 വിസിലും കുക്ക് ചെയ്യുക. ഞാനൊരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഏത്തക്കായും ചേനയും ചെറുതായി അരിഞ്ഞത് ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഒരു വലിയ പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ നമുക്ക് എളുപ്പം വെന്ത് കിട്ടും. കായും ചേനയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പും കുറച്ച് വെള്ളം ചേർത്ത് ഒരു വിസില്. പ്രഷർ കുറച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെന്ത് കിട്ടും. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും ഇടുക. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചെറു തീയിലിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. അതൊന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. 1/2 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കാം. തേങ്ങയുടെ കൂട്ടിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർക്കുമ്പോൾ ഉള്ള ടേസ്റ്റാണ് കൂട്ടുകറിയുടെ ഹൈലൈറ്റ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായയും ചേനയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വേറൊരു പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ അതിലേക്ക് കടലയും തേങ്ങയുടെ ചേർത്ത് വേവിച്ചാൽ മതി. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡി. കൂട്ടുകറിയിൽ ക്യാരറ്റോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഒക്കെ ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് ചേർക്കുന്നുള്ളൂ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.